നമസ്കാരം. അതിർത്തിയിൽ അശാന്തി പടർത്തിക്കൊണ്ട് അപ്രതീക്ഷിത നീക്കങ്ങൾ തുടർക്കഥയാവുകയാണ്. അതിജാഗ്രതയോടെ ഇന്ത്യ ഭീകരവാദികൾക്കെതിരെ പോരാടുകയാണ്. ജമ്മുകശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ വിദൂര പ്രദേശത്തെ വനത്തിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 2 സൈനികർ കൊല്ലപ്പെടുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന വിവരം പുറത്തുവന്നിരിക്കുകയാണ്. തെക്കൻ കശ്മീർ ജില്ലയിലെ കോക്കർനാഗ് മേഖലയിലെ അഹ്ലൻ ഗഗർമണ്ഡു വനത്തിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ട് എന്ന വിവരത്തെ തുടർന്ന് നടത്തിയ തിരച്ചിലിനിടെയാണ് സംഭവമുണ്ടായത്. ഭീകരർ നടത്തിയ വെടിവയ്പിൽ 5 സൈനികർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ഉടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. തീവ്രവാദികളെ കണ്ടെത്തുന്നതിനും ഇല്ലാതാക്കുന്നതിനുമുള്ള ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അധികൃതർ അറിയിച്ചത്. അതിനിടെ ജമ്മുവിനോട് ചേർന്നുള്ള പത്താൻകോട്ട് ജില്ലയിലെ ഗുരുദാസ്പൂർ മേഖലയിൽ കൂടുതൽ സൈനികരെ വിന്യസിച്ചിട്ടുണ്ട് എന്ന് അതിർത്തി ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇൻസ്പെക്ടർ ജനറൽ അതുൽ ഫുൽസലെ മാധ്യമപ്രവർത്തകരോടായി പറഞ്ഞു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി 20-ലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരും സാധാരണക്കാരും കൊല്ലപ്പെട്ടതിന് കാരണമായ ജമ്മു മേഖലയിൽ വർദ്ധിച്ചുവരുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ സുരക്ഷാ നടപടികൾ മെച്ചപ്പെടുത്തുന്നത്. വലിയ സംഖ്യകളിൽ ക്യാമറകൾ സ്ഥാപിക്കുന്നതിലൂടെ രവി, സത്ലജ് നദീ പ്രദേശങ്ങളിലും ആധിപത്യം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. ജമ്മുവിലും പഞ്ചാബ് ജമ്മു അതിർത്തിയിലും വിന്യസിക്കാൻ ഒഡീഷയിൽ നിന്ന് 2 BSF ബറ്റാലിയനുകൾ പിൻവലിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അടുത്തിടെ ഉത്തരവിട്ടിരുന്നു. അതിർത്തി കടന്ന് പഞ്ചാബിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നതിന്റെ ഭീഷണിയെക്കുറിച്ചും IG സംസാരിച്ചിരുന്നു. കള്ളക്കടത്ത് ഇപ്പോൾ കരവഴിയല്ല, ഡ്രോണുകൾ വഴി വ്യോമമാർഗമാണ് നടക്കുന്നത് എന്നും പറഞ്ഞു. കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ വലിയ ഡ്രോണുകളുടെ വരവ് നിലച്ചതായും ഇപ്പോൾ വളരെ കുറച്ച് ശബ്ദം പുറപ്പെടുവിക്കുന്നതും ദൃശ്യമാകാത്തതുമായ ചെറിയവ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് അയക്കുന്നത് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നും ഫുൽസലെ പറയുന്നുണ്ട്. നയതന്ത്ര മാർഗങ്ങൾ ഉൾപ്പെടെ ലഭ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും തങ്ങൾ ഇതിനെക്കുറിച്ച് പാകിസ്ഥാൻ എതിരാളികളെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അവർ പൊതുവെ നിഷേധാത്മക രീതിയിലാണ് പെരുമാറുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബംഗ്ലാദേശിലെ സമീപകാല സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ പഞ്ചാബ് അതിർത്തിയിൽ BSF ചില പ്രതിരോധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും എന്നാൽ ഇക്കാരണത്താൽ ഇതുവരെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിനിടെ ജമ്മു കശ്മീരിലെ കത്വ ജില്ലയിൽ കാണപ്പെട്ട ഭീകരരുടെ രേഖാചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറുന്നവർക്ക് 20 ലക്ഷം രൂപ വരെ പാരിതോഷികമായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ നിഴൽ ഗ്രൂപ്പായ കശ്മീർ ടൈഗേഴ്സിന്റെ ഭീകരരാണ് രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയത് എന്നാണ് വിവരം. അതിർത്തി ഗ്രാമങ്ങളിൽ ശക്തമായ തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും ഇവരെ കണ്ടെത്താനായിരുന്നില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. രേഖാചിത്രം പുറത്തുവിട്ടതിനൊപ്പം ഇറക്കിയ പ്രസ്താവനയിൽ ഒരു ഭീകരന് 5 ലക്ഷം വീതം ആകെ 25 ലക്ഷം രൂപയാണ് വിവരം നൽകുന്നവർക്കുള്ള പാരിതോഷികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യക്കെതിരായ നീക്കങ്ങൾ പാകിസ്ഥാൻ തകൃതിയായി നടത്തുന്നു എന്നത് വേണം മനസ്സിലാക്കാൻ. ഇന്ത്യക്കെതിരായ പാകിസ്ഥാന്റെ ഭീകരവാദം സമഗ്രവും സാമൂഹികവും മതപരവും സാങ്കേതികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ ഒന്നിലധികം മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്നു എന്നതും ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഇതിന്റെ കാതൽ ഭൗമരാഷ്ട്രീയമല്ല, മറിച്ച് അവിശ്വാസികൾക്കെതിരായ പ്രത്യയശാസ്ത്രങ്ങളുടെ ഒരു യുദ്ധം തന്നെയാണ്. ഇസ്ലാമിക മതമൗലികവാദത്തിന്റെ സാർവത്രികമായി അടിച്ചേൽപ്പിക്കുന്ന തീവ്രവാദ ഏകാധിപത്യ കൊള്ളയടിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു പ്രകടനം മാത്രമാണ് പാകിസ്ഥാൻ എന്ന് വേണം പറയാൻ. ഈ പരീക്ഷണത്തിന്റെ ലാബുകളിൽ ഒന്നാണ് നമ്മുടെ കശ്മീർ. ഇന്ത്യക്കെതിരായ പാകിസ്ഥാൻ ജിഹാദിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞാൽ ഒരു ദീർഘകാല പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. നുഴഞ്ഞുകയറ്റ പഴുതുകൾ പരിഹരിക്കുന്നതിനായിരിക്കണം ശ്രദ്ധ എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും അതിർത്തി കടന്നെത്തുന്ന ഭീകരരെ കൊന്നു തള്ളാൻ ഇന്ത്യൻ സൈന്യം സജ്ജരായി തന്നെയാണ് നിൽക്കുന്നത്. ഭീകരവാദത്തെ ഒരിക്കലും വെച്ചുപൊറുപ്പിക്കാനാകില്ല. ഇന്ത്യൻ മണ്ണിൽ ഭീകരവാദത്തെ വളർത്താൻ പാകിസ്ഥാൻ വ്യാമോഹിക്കേണ്ട എന്നത് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്.